ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം കൌൺസിലർമാർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. മുനിസിപ്പൽ ആക്ട് അറിയാൻ വയ്യാത്ത കൃഷി സംവിധാനമാണ്. കാരണം ഇതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഒരു കൂട്ടുകൃഷി സംവിധാനം. അപ്പൊ കില എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇവർ അതിൽ പഠിക്കാനോ അവരുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു കൌൺസിലറുടെയോ നഗരസഭാ ചെയർപേഴ്സന്റെ ഒരു സ്ഥാനം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ സംശയമാണ്. കാരണം അവിടുത്തെ നിലവാരം അനുസരിച്ച്. നമസ്കാരം. പന്തളം നഗരസഭയിലെ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുത്തയച്ചത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ വേണ്ടിയെന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ഇത് ജനത്തിനു വേണ്ടിയാണോ അതോ സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടിയാണോ ഇവർ മെമ്പർമാരായതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അത്രയ്ക്കാണ് ഇവിടുത്തെ പ്രവർത്തന മികവ്. ഭരിക്കുന്നത് BJP ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും സ്ഥിതി ഒന്നുതന്നെ. ജനത്തിന്റെ മെക്കിട്ട് കയറണമെങ്കിലും ജനത്തിന് ദുരിതം കെട്ടിവെക്കണമെങ്കിലും ഒരു വ്യത്യാസവുമില്ല. ഈ കഴിഞ്ഞ ദിവസം പന്തളത്തെ ജനങ്ങൾ തങ്ങളുടെ കെട്ടിടത്തിന്റെ കരമടയ്ക്കുവാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഇടിവെട്ടുന്ന ഈ അവസ്ഥയുണ്ടായത്. അന്യായമായി ജനത്തിനുമേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നികുതി അനീതിയാണെന്ന് പറയാൻ ഒരു മെമ്പറുമില്ല എന്നുള്ളത് ഏറ്റവും വലിയ സവിശേഷത തന്നെയാണ്. പരാതി കേൾക്കാനോ പരിഹാരം കാണുവാനോ ആരുമില്ല. വിജയിക്കുവാൻ വേണ്ടി വരുമ്പോൾ എന്തെല്ലാം മോഹന വാഗ്ദാനമാണ് ജനത്തിനുമേൽ നൽകുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിനെയാണ് രാഷ്ട്രീയക്കാരുടെ തനി നിറമെന്ന് പറയുന്നത്. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ പന്തളത്തിപ്പോൾ ചെന്നാൽ മതിയാകും. അന്യായമായി വർദ്ധിപ്പിച്ച കെട്ടിട നികുതി പിൻവലിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ തീരുമാനം. ഇതിന് വ്യാപാരികളും ഇവർക്ക് പിന്തുണയ്ക്കുന്നുണ്ടെന്ന് പറയുന്നു. കാരണം വ്യാപാരികളെയും സാധാരണ ജനത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ പന്തളത്ത് ഈ കെട്ടിടങ്ങളുടെ നികുതി വർധനവ്. 2013 മുതലുള്ള നികുതിയാണ് പരിഷ്കരിച്ച് ലക്ഷങ്ങൾ അടയ്ക്കാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നികുതി നിരക്ക് വർധനവ് സാമ്പത്തിക വർഷം 2024-2025 മുതൽ ന്യായമായ നിരക്കിൽ പ്രാബല്യത്തിൽ വരുത്തുകയും അതുവരെ പിഴപ്പലിശ ഒഴിവാക്കി തരികയും ചെയ്യുക. UA നമ്പർ പതിച്ച വാസഗൃഹം, വാണിജ്യ കെട്ടിടങ്ങൾ സമയബന്ധിതമായി സാമ്പത്തിക വർഷം 2024-2025 തന്നെ ക്രമവൽക്കരിക്കുകയും അതുവരെ പഴയ കെട്ടിട നമ്പറിൽ വസ്തു കെട്ടിട നികുതി പഴയ നിരക്കിൽ ഒടുക്കുന്നതിന് അനുവദിക്കുക. തനതു വർഷം 2024 കെട്ടിട ഉടമകളിൽ നിന്നും നിർബന്ധിതമായ നികുതി വർധനവ് പിഴപ്പലിശ ഇനത്തിൽ അധികമായി ഈടാക്കിയ തുക തിരികെ നൽകി അഡ്വാൻസായി കണക്കാക്കി ഉടമയെ അറിയിക്കുക. UA നമ്പർ പതിച്ച വാസഗൃഹം, വാണിജ്യ കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് മാറ്റങ്ങൾ വരുത്താത്ത പഴയ കെട്ടിടങ്ങൾക്ക് പുതിയ പ്ലാൻ നിർബന്ധിത രേഖയായി ആവശ്യപ്പെടുന്നത് ഒഴിവാക്കി കെട്ടിട ഉടമയുടെ സെൽഫ് അസസ്മെന്റ് രേഖകൾ പ്രകാരം ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് നിയമാനുസൃതമായി ക്രമവൽക്കരിക്കുന്നതിന് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ഒരു ഫെബ്രുവരിയില് ലൈസൻസിന് കൊടുത്തിട്ട് ആ വർഷം ഡിസംബർ 24-ാം തീയതിയാണ് എന്നെ ഫോൺ വിളിക്കുന്നത്. ഡിസംബർ 24-ാം തീയതി ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ടാക്സ് റെസിപ്റ്റ് വെച്ചില്ല? ഞാൻ പറഞ്ഞു, എന്റെ പേരിൽ ബിൽഡിംഗ് ഇല്ല, ഞാൻ വാടകക്കാരനാ, അത് പറ്റത്തില്ല ബിൽഡിംഗ്. ഞാൻ പറഞ്ഞു, ബിൽഡിംഗ് ഓണറെ കൊണ്ട് വാടകക്കാരൻ ടാക്സ് അടപ്പിക്കുക എന്നുള്ളത് ബിൽഡിംഗ് ഓണറുടെ വാടകക്കാരന്റെ പണിയല്ല, നിങ്ങളുടെ പണിയാണ്. നിങ്ങൾ പോയി ടാക്സ് അടപ്പിക്കണം എന്നുണ്ടെങ്കിൽ അടപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വാങ്ങിക്കാൻ അറിയാം എന്ന് പറഞ്ഞു. 26-ാം തീയതി അവരെനിക്ക് ലൈസൻസ് തന്നു. ഡിസംബർ ഇത് 2023 സ്വാഭാവികമായിട്ടും വസ്തുനികുതി പരിഷ്കരണത്തിലെ പുതിയ റേറ്റുകൾ സർക്കാർ നിശ്ചയിച്ചു. അതായത് 2011 സർക്കാർ വിജ്ഞാപന പ്രകാരം ഒരു സ്ക്വയർ മീറ്ററിന് 8 രൂപയായിരുന്നു മിനിമം നിരക്കെങ്കിൽ 2023 6 രൂപയായിരുന്നു മിനിമം നിരക്കെങ്കിൽ 2023 അത് 8 രൂപയായി. എത്ര ശതമാനം വർധനയുണ്ട്? 30% മേലെ വർധനയായി നിരക്കിൽ തന്നെ. 2011 അല്ലെങ്കിൽ 2015 അല്ലെങ്കിൽ 2023 മുൻപ് എപ്പോഴെങ്കിലും ഇത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ പന്തളത്തെ കെട്ടിട ഉടമകൾക്ക് കൊടുക്കേണ്ടി വരുന്ന മിനിമം നിരക്ക് 6 രൂപയായിരുന്നു സ്ക്വയർ ഫീറ്റ്. അത് സ്വാഭാവികമായിട്ടും ഈ ഭരണസമിതികള് പന്തളത്ത് മാറി മാറി വന്ന ഭരണസമിതികള് ഈ ഉത്തരവുകള് മുഖവിലക്കെടുക്കാതെ കെടുകാര്യസ്ഥത കാരണം നടത്തിക്കൊണ്ടു പോകാതെ അവരുടെ വീഴ്ച എന്താ മുനിസിപ്പാലിറ്റി ചട്ടം, അതായത് നിങ്ങൾ ബിൽ കളക്ടറെ വെച്ചിട്ട് ഓരോ ബിൽഡിംഗ് പോയി അളന്ന് തിട്ടപ്പെടുത്തി അത് ബിൽഡിംഗ് ഉടമസ്ഥനെ അറിയിച്ച് രേഖാമൂലം, അതിന് രേഖയുണ്ട്, രേഖാമൂലം അറിയിച്ച് അയാൾക്ക് പറയാനുള്ള വസ്തുതകൾ കേട്ട്
അദാലത്ത് സംഘടിപ്പിക്കണമെങ്കിൽ അങ്ങനെ സംഘടിപ്പിച്ച് അപ്പീൽ കൊടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു. പക്ഷെ കഴിഞ്ഞ 10-13 വർഷം ഈ മുനിസിപ്പാലിറ്റി യാതൊരു വിധമായ നടപടിക്രമങ്ങളും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ് വസ്തുത. ഉടനെ ഈ കഴിഞ്ഞ വർഷം ഇപ്പൊ ഇരിക്കുന്ന ഭരണസമിതി 2020 അധികാരത്തിലേത്. ഇപ്പൊ മുൻ ഭരണസമിതികളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതിന്റെ വീഴ്ചകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ നികുതിദായകർ നികുതി അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം 5% അവർ പറയുന്ന നികുതി അടച്ചുകൊണ്ടിരിക്കുകയാണ്. 2020 ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. 3 വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞു, 4ാമത്തെ വർഷമായി. ഈ 4ാമത്തെ വർഷമാണ് അവർ നികുതി പരിഷ്കരണം തറ വിസ്തീർണ അടിസ്ഥാനത്തിൽ ചെയ്യുവാൻ തീരുമാനിച്ചത്. 2023 പുതിയ വിജ്ഞാപനം വന്നതിന് ശേഷം അവർക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് ഒന്നിറങ്ങി തിരിച്ചാൽ കോടികൾ ഈ വകുപ്പിൽ തിരിച്ചെടുക്കാൻ പറ്റും എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് 2023 അവര് കമ്മിറ്റി കൂടി തീരുമാനിച്ച് 2024 നികുതി അടയ്ക്കാൻ ചെല്ലുന്നവർക്ക് 1000 രൂപ മുൻപ് അടച്ചിരുന്നവർക്ക് 20,000 രൂപ, 10,000 രൂപ മുൻപ് അടച്ചിരുന്നവർക്ക് 1,00,000 രൂപ. ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവിടെ ഒരു പന്തളത്ത് ഒരു ചാക്കോ എന്ന് പറയുന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് കേസിന് പോയിട്ടുണ്ട്. ആ കേസിന്റെ ഡീറ്റെയിൽസ് വേണം ഞങ്ങൾ തരാം. അദ്ദേഹത്തിന്റെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചു ചോദിക്കും. അതേ 7,000 രൂപ വരെ കഴിഞ്ഞ വർഷം നികുതി അടച്ചിരുന്ന ആൾക്ക് നികുതി അടയ്ക്കാൻ ചെന്നപ്പോ 1,77,000 രൂപ. ഇതെങ്ങനെ വന്നു? ഇത് പുതിയ നികുതി അനുസരിച്ച് പുതിയ നികുതി നിരക്ക് തറയുടെ അടിസ്ഥാനത്തിൽ കൂട്ടുകയും അത് 2016 പ്രാബല്യത്തിൽ വരുത്തുകയും 2016 മുതൽ പ്രാബല്യത്തിൽ വരുത്തുകയും അന്ന് മുതൽ അയാൾ പേ ചെയ്ത എമൗണ്ടിന്റെ ഡിഫറൻസ് കണക്കാക്കുകയും ആ ഡിഫറൻസിനോടൊപ്പം അയാളുടെ കുറ്റമായി പിഴപ്പലിശ ഉണ്ടാക്കുകയും, അതായത് അടയ്ക്കാതിരുന്നത് അയാളുടെ കുറ്റമാണ്. ഒരു കാര്യം ഇതിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നികുതി പരിഷ്കരണവുമായി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത്. ഈ നികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ ബിൽ കളക്ടർമാരെ ഉദ്യോഗസ്ഥര് വീടുകളിൽ ചെന്ന് നികുതി പിരിക്കേണ്ട ഉദ്യോഗസ്ഥര് അവരെന്താ ചെയ്തെന്നറിയോ? ഏകദേശം 50 ലക്ഷത്തോളം രൂപ കഴിഞ്ഞ കുറെ വർഷങ്ങളായി 50 ലക്ഷത്തോളം രൂപ ഈ ഒരു പ്രോസസ് നടത്തുന്നതിന് വേണ്ടി എല്ലാ വീടുകൾക്കും, വീടിന് യാതൊരു അന്വേഷണം നടത്തിയില്ല. കൂട്ടിയതാണോ, കൂടുതൽ വെച്ചിട്ടുണ്ടോ, അധികം നിർമ്മിച്ചിട്ടുണ്ടോ എന്നൊന്നും അന്വേഷണം നടത്താതെ അവരുടെ രേഖകളില്ല എന്നോ പറഞ്ഞുകൊണ്ട്, ഒന്നാം മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേകത പ്രത്യേകിച്ച് രേഖകളൊന്നും കയ്യിലില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.